morning students, welcome to Malayalam class standard 8. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കൈരളിയുടെ വരദാനം എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിൽ എഴുത്തച്ഛനെ കുറിച്ചുള്ളതാണ് അതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഴുത്തച്ഛൻ നിങ്ങൾക്കറിയാമോ? മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. അതുപോലെ തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. ഭക്തി പ്രസ്ഥാനത്തെ അതിന്റെ ഉന്നത നിലയിലേക്ക് എത്തിച്ച വ്യക്തിയാണ് എഴുത്തച്ഛൻ. അപ്പൊ മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ, അല്ലെ? അദ്ദേഹം 700 കൊല്ലവർഷം 700-നും 800-നും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മലപ്പുറം ജില്ലയില് തിരൂർ താലൂക്കില് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള തുഞ്ചൻ പറമ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അപ്പം നമ്മളിന്ന് പഠിക്കുന്ന കൈരളിയുടെ വരദാനം എന്ന ചാപ്റ്ററില് എഴുത്തച്ഛന്റെ കവിതകളെ കുറിച്ചും എഴുത്തച്ഛനെ കുറിച്ചുമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികള് അധ്യാത്മ രാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടുമാണ്. ഓക്കെ, ചരിത്രപരമായും വളരെ അധപ്പതിച്ച ഒരു നൂറ്റാണ്ടുണ്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അത് ഏത് നൂറ്റാണ്ടാണെന്ന് അറിയാമോ? 16-ാം നൂറ്റാണ്ടാണ്. അന്ന് ദേവദാസി സമ്പ്രദായം, കുലപ്പേടി, മണ്ണാപ്പേടി തുടങ്ങിയ അനാചാരങ്ങൾ എന്നിവയിൽ സാംസ്കാരികമായി വളരെ പിന്നോക്കം പോയ ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ എഴുത്തച്ഛൻ തൻ്റെ സാഹിത്യ സഭയിലേക്ക് ഒരുക്കിയത്. ഓക്കെ, അദ്ദേഹം കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ കവിത എഴുതിയത് കൊണ്ടാണ് കിളിപ്പാട്ട് എന്ന പേരുണ്ടായത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളൊക്കെ നിലവിലുണ്ട്. അതായത് കവി താണ ജാതിയിൽപ്പെട്ട ആളായിരുന്നത് കൊണ്ടാണ് കാവ്യം നേരിട്ട് പറയാതെ ഒരു കിളിയെ കൊണ്ട് പറയിച്ചു. അതല്ലാതെ കവിക്ക് അറം പറ്റുക എന്ന ദോഷം, കാവ്യദോഷം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് കിളിയെ കൊണ്ട് കാവ്യം പറയിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കൈരളിയുടെ വരദാനം. എല്ലാവരും പുസ്തകം എടുത്തേ. ഓക്കെ, 16-ാം നൂറ്റാണ്ട് വരദാനമായി കേരളത്തിന് നൽകിയ ഒരു അമൂല്യ പ്രതിഭയായിരുന്നു തുഞ്ചത്ത് എഴുത്തച്ഛൻ. കേരളീയ ജനതയുടെ സാംസ്കാരിക നവോത്ഥാനത്തിന് വഴിവെച്ച ഭക്തിപ്രസ്ഥാനത്തിന് സജീവ സംഭാവനകൾ അദ്ദേഹം നൽകി. അപ്പം 16-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 100 വർഷം, അല്ലേ? വരദാനം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠദാനം. അപ്പം 16-ാം നൂറ്റാണ്ട് വരദാനമായി കേരളത്തിന് നൽകിയ ഒരു അമൂല്യ പ്രതിഭയാണ്. അമൂല്യ പ്രതിഭ എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത ഒരു പ്രതിഭയായിരുന്നു ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കേരളീയ ജനതയുടെ സാംസ്കാരിക നവോത്ഥാനത്തിന് വഴിവെച്ച ഭക്തിപ്രസ്ഥാനത്തിന് അപ്പം നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നവോത്ഥാനം, പുത്തൻ ഉണർവ്. അപ്പം കേരളീയ ജനതയുടെ സാംസ്കാരികമായ പുത്തൻ ഉണർവിന് വഴിവെച്ച തുടങ്ങിയ ഭക്തിപ്രസ്ഥാനത്തിന് സജീവം എന്ന് പറഞ്ഞാൽ ജീവനുള്ള സംഭാവനകൾ അദ്ദേഹം നൽകി. ഓക്കെ, ആധുനിക മലയാള ഭാഷയുടെ പിതാവായും ഭാവുകന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? ഭാവുകന്മാർ, പ്രതിഭാശാലികൾ. അപ്പം ആധുനിക മലയാള ഭാഷയുടെ പിതാവായിട്ട് പ്രതിഭാശാലികൾ അദ്ദേഹത്തെ പരിഗണിക്കുന്നു. ഓക്കെ, തത്വചിന്തകനും പിന്നെ യുഗപ്രഭാവനുമായിരുന്നു അദ്ദേഹം. അപ്പം തത്വചിന്തകൻ എന്ന് പറഞ്ഞാരാ? തത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവനായിരുന്നു. അതുപോലെ തന്നെ യുഗപ്രഭാവനായിരുന്നു. അപ്പം യുഗങ്ങൾക്ക് പ്രഭാവം നൽകുന്നവനായിരുന്നു. പ്രഭാവം എന്ന് പറഞ്ഞാൽ ഉണർവ് അല്ലെങ്കിൽ ശക്തി നൽകുന്നവനായിരുന്നു അദ്ദേഹം എഴുത്തച്ഛൻ അന്നു കൊളുത്തിയ ഭദ്രദീപത്തിന്റെ പ്രകാശം ഇന്നോളം കേരളീയ ജനതയ്ക്ക് മാർഗപ്രദർശനമായി പ്രശോഭിക്കുന്നു. അപ്പം നോക്കിയേ, മാർഗപ്രദർശകം എന്ന് പറഞ്ഞാൽ മാർഗം കാണിച്ചു കൊടുക്കുന്ന അവസ്ഥ. അപ്പം എഴുത്തച്ഛൻ അന്ന് കൊളുത്തിയ ഭദ്രദീപം എന്ന് പറഞ്ഞാൽ മംഗളദീപത്തിൻ്റെ പ്രകാശം ഇന്നോളം കേരളീയ ജനതയ്ക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയായി അത് പ്രശോഭിക്കുന്നു, വെട്ടിത്തിളങ്ങുന്നു. ഓക്കെ, ഇത്രയും പിടി കിട്ടിയോ? അടുത്ത ഭാഗം നോക്കിയേ.
മലയാള ഭാഷ എക്കാലവും ഓർമ്മിക്കേണ്ടുന്ന ഈ മഹാകവിയുടെ ജീവിതത്തെക്കുറിച്ച് ലഭ്യമായ വസ്തുതകൾ തുലോം പരിമിതമാണ്. പരിമിതം എന്ന് പറഞ്ഞാൽ കുറവാണ്, തുലോം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം മലയാള ഭാഷ എക്കാലവും ഓർമ്മിക്കുന്ന ഈ മഹാകവിയുടെ ജീവിതത്തെക്കുറിച്ച് അറിവൊക്കെ കുറവാണ്, വളരെ കുറവാണ്. ഐതിഹ്യങ്ങളുടെ പരിവേഷം കൊണ്ട് തിളക്കമാർന്ന ആ ജീവിത കഥയിൽ നിന്ന് ചരിത്രത്തിൻ്റെ സത്യസന്ധമായ ഇഴകൾ വേർതിരിച്ചെടുക്കുക പ്രയാസമാണ്. അപ്പം ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചുണ്ടാക്കുന്നതോ പറഞ്ഞു വരുന്നതോ ആയ കഥകളാണ് ഈ ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പം ഐതിഹ്യങ്ങളുടെ പരിവേഷം എന്ന് പറഞ്ഞാൽ വലയം, ചുറ്റുമുള്ള പ്രകാശം. അപ്പം ഐതിഹ്യങ്ങളുടെ പരിവേഷം കൊണ്ട് തിളക്കമാർന്ന ആ ജീവിത കഥയിൽ നിന്ന് ചരിത്രത്തിൻ്റെ സത്യസന്ധമായ ഇഴകൾ എന്ന് പറഞ്ഞാൽ നാരുകൾ വേർതിരിച്ചെടുക്കുക പ്രയാസമാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷന് തെക്ക് പടിഞ്ഞാറ് പൊന്നാനിയുടെ തീരത്തുള്ള തുഞ്ചൻ പറമ്പ് എന്ന് പിൽക്കാലത്ത് ഖ്യാതി നേടുക എന്ന് പറഞ്ഞാൽ പ്രശസ്തി നേടുന്ന സ്ഥലത്താണ് എഴുത്തച്ഛൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണെന്ന് ഏറെ പണ്ഡിതന്മാർ സമ്മതിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സമാധി ചിറ്റൂരിലെ മഠത്തിലായിരുന്നുവെന്ന് പറയുന്നുണ്ട്. സമാധി എന്ന് പറഞ്ഞാൽ ഈ മഹർഷിമാരും സിദ്ധന്മാരുമൊക്കെ അന്തരിക്കുന്നതിന് പറയുന്ന വാക്കാണ് സമാധി എന്ന്. അപ്പം മഠമെന്ന് പറഞ്ഞാൽ ഭവനമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ സമാധി ചിറ്റൂരിലെ മഠത്തിലായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ചിറ്റൂരിൽ മഠം തീർത്ത് ആധ്യാത്മിക ജീവിതം നയിക്കുകയാണ് എഴുത്തച്ഛൻ അവസാന കാലം ചെയ്തത്. അപ്പം ചിറ്റൂരിലെ മഠത്തിൽ ചിറ്റൂരിൽ മഠം തീർത്ത് ആധ്യാത്മിക ജീവിതം നയിക്കുകയാണ് എഴുത്തച്ഛൻ അവസാന കാലത്ത് ചെയ്തത്. മലയാളത്തിൽ മറ്റൊരു കവിക്കും എഴുത്തച്ഛനെ പോലെ മൗലികമായ പരിവർത്തനത്തിന് കാരണക്കാരനാകാനോ പിൽക്കാല കവിതയിൽ പ്രഭാവം ചെലുത്താനോ കഴിഞ്ഞിട്ടില്ലെന്നത് സത്യമാണ്. അപ്പം മൗലികം എന്ന് പറഞ്ഞാൽ മൗലികമായ എഴുത്തച്ഛനെ പോലെ മൗലികമായ പരിവർത്തനത്തിന് മൗലികം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ പരിവർത്തനം എന്ന് പറഞ്ഞാൽ മാറ്റം. അപ്പം എഴുത്തച്ഛനെ പോലെ മൗലികമായ പരിവർത്തനത്തിന് കാരണക്കാരനാകാനോ പിൽക്കാല കവിതയിൽ പ്രഭാവം എന്ന് പറഞ്ഞാൽ ശക്തി ചെലുത്തുവാനോ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു സത്യമാണ്. ജനസാമാന്യത്തിന് ഈശ്വരഭക്തിയും സദാചാരബോധവും ആധ്യാത്മിക വിജ്ഞാനവും സിദ്ധിക്കണമെന്നതായിരുന്നു ഈ യുഗപ്രഭാവൻ്റെ രചനകളുടെ പിന്നിലുള്ള അടിസ്ഥാന തത്വം. അപ്പം ജനസാമാന്യം എന്ന് പറഞ്ഞാൽ ജനസാമാന്യത്തിന് ഈശ്വരഭക്തിയും. ഇപ്പം ജനസാമാന്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെയാണ് പറയുന്നത് ജനസാമാന്യമെന്ന്. ജനസാമാന്യത്തിന് ഈശ്വരഭക്തിയും സദാചാരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ആചാരവും പിന്നെ ആധ്യാത്മിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവും സിദ്ധിക്കണമെന്നതായിരുന്നു ഈ യുഗപ്രഭാവൻ്റെ രചനകളുടെ പിന്നിലുള്ള അടിസ്ഥാന തത്വം. അപ്പം ഇദ്ദേഹത്തിൻ്റെ രചനയുടെ പിന്നിലുള്ള അടിസ്ഥാന തത്വം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്: ജനസാമാന്യത്തിന് ഈശ്വരഭക്തിയും സദാചാരബോധവും ആധ്യാത്മിക വിജ്ഞാനവും സിദ്ധിക്കണമെന്നതായിരുന്നു ഈ യുഗപ്രഭാവൻ്റെ രചനകളുടെ പിന്നിലുള്ള അടിസ്ഥാന തത്വം. സാധാരണക്കാർക്ക് വേണ്ടി തന്നെയാണ് കവികുലഗുരു കവിത രചിച്ചത്. എഴുത്തച്ഛനെ മുൻപും പിൻപിലുമുള്ള കവിതയുടെ ചരിത്രവും സ്വഭാവവും നിരീക്ഷിച്ചാൽ അതുവരെ തുടർന്നു വന്ന കാവ്യ പാരമ്പര്യത്തിൽ നിന്നും എഴുത്തച്ഛൻ വിഭിന്നമായിരുന്നുവെന്ന് കാണാം. അപ്പം എഴുത്തച്ഛന് മുൻപും പിൻപുമുള്ള കവിതയുടെ ചരിത്രവും സ്വഭാവവും നോക്കിയാൽ കാവ്യ പാരമ്പര്യത്തിന് എഴുത്തച്ഛൻ വിഭിന്നമാണ്, വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ സംസ്കൃത ബഹുലമായ മണിപ്രവാളം ഒരു ഭാഗത്തും തമിഴ് കലർന്ന പാട്ടുരീതി മറുഭാഗത്തും രണ്ട് കൈവഴികളായി ഒഴുകിയിരുന്ന ഭാഷാരീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു തലമാണ് എഴുത്തച്ഛൻ ഭാഷയിൽ സ്വീകരിച്ചിരുന്നത്. അപ്പം മണിപ്രവാള രീതിയും പാട്ടുരീതിയുമായിരുന്നു നേരത്തെ നിലവിൽ നിന്നിരുന്നത്.
അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് എഴുത്തച്ഛൻ ഭാഷയിൽ സ്വീകരിച്ചത്. അതായത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ്. അതായത് മണിപ്രവാളം എന്ന് പറഞ്ഞ ഒരു കാവ്യ രീതിയാണ്. അതായത് ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് പറയുന്നത്. അതായത് ഭാഷയും സംസ്കൃതവും ഇടകലർത്തി രചന നിർവഹിക്കുന്ന രീതിയാണ്. സംസ്കൃത വാക്കുകൾ കുറഞ്ഞും മലയാള വാക്കുകൾ കൂടിയും ഇരിക്കുന്നതാണ് ഉത്തമ മണിപ്രവാളം എന്ന് പറയുന്നു. പാട്ടെന്ന് പറഞ്ഞാൽ ദ്രാവിഡ സംഗതാക്ഷര നിബന്ധമെന്ന് മെതുകമോന വൃത്തവിശേഷയുക്തം പാട്ട് എന്നാണ് പാട്ടിൻ്റെ ലക്ഷണം. ഓക്കെ. ആധുനിക മലയാളത്തോട് കിടപിടിക്കുന്ന എഴുത്തച്ഛൻ്റെ കാവ്യശൈലി എക്കാലവും അനുകരണീയമാണ്. അനുകരണീയം എന്ന് പറഞ്ഞാൽ അനുകരിക്കേണ്ടതാണ്. കാവ്യശൈലി എന്ന് പറഞ്ഞാൽ കാവ്യരീതി എക്കാലവും അനുകരിക്കേണ്ടതാണ്. ഓക്കെ. രാമായണത്തിൽ സീതയുടെ വിവാഹം വർണ്ണിക്കുന്ന സന്ദർഭമാണ് നോക്കുക. സ്വർണവർണ്ണത്തെ പൂണ്ടു മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിയിടിനാൾ മാലയും ധരിച്ചു നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. അപ്പം ഇവിടെ എന്താണ്? ശ്രീരാമന് വില്ലൊടിച്ച് സീതരാമനെ സ്വീകരിക്കാനായിട്ട് സഭയിലേക്ക് വരികയാണ്. അപ്പം സീതയുടെ വരവ്, മാല ചാർത്തൽ എന്നിവയാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പം ശ്രീരാമൻ്റെ മുന്നിലേക്കുള്ള സീതയുടെ വരവ് വിനീതയായി, ലജ്ജാവതിയായി, പിന്നെ ആദരവോടെ സീതരാമൻ്റെ മുന്നിലേക്ക് വന്നു. സ്വർണമാലകളൊക്കെ ധരിച്ച് സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ, അതായത് അർണോജൻ എന്ന് പറഞ്ഞാൽ താമര, അതായത് അർണോജനേത്രൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ. താമരയുടെ ഇതൾ പോലെ മനോഹരവും ലാളിത്യമുള്ള കണ്ണുകൾ ഉള്ളവനാണ് ശ്രീരാമൻ എന്നാണ്, അതായത് സുന്ദരൻ എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം ശ്രീരാമൻ്റെ മുമ്പിലേക്കുള്ള സീതയുടെ വരവും, പിന്നെ എന്താണ്, സ്വർണമാലകൾ ധരിച്ച വിഭൂഷിതയായിട്ടാണ് അവൾ വന്നത്. അങ്ങനെ എത്തിയ സീത ആദ്യം ശ്രീരാമനെ സാഹൂതമൊന്ന് വീക്ഷിക്കുന്നു. പിന്നെ എന്താണ്, സത്രവം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയും ഇട്ടിനാൻ. ആദ്യം വന്നിട്ട് അവൾ എന്താ ചെയ്തത്? ആദ്യം നോട്ടം കൊണ്ട്, അല്ലേ, നേത്രോൽപ്പലമാലയാണ് ആദ്യം ചാർത്തിയത്. കണ്ണുകൊണ്ട് ശ്രീരാമനെ നോക്കി. അപ്പോൾ കണ്ണുകളാകുന്ന കരിങ്കൂവള പൂവെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പൂവ് കൊണ്ടുള്ള മാല രാമനെ അണിയിച്ചു. അത് കഴിഞ്ഞിട്ടോ സ്നേഹപരവശതയോടെ സീത രാമനെ നോക്കി എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെയാണ് നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനേറ്റവും വിളങ്ങിനാൾ. അപ്പം വന്നുടൻ നേത്രോൽപ്പലമാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും, പിന്നെയാണ് കല്യാണമാലയും ഇട്ടത്. അതിമനോഹരമായിട്ടാണ് കവി ഇവിടെ ഇത് വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.